സുരേഷ് ഗോപി സാർ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഒരു ധാരമാണ്. ഞാൻ BJP കാരനാണ്. ഞങ്ങളുടെ ഒരു ചങ്കാണ്. അയാൾക്കാണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാ. അവര് മാധ്യമക്കാരാണെന്ന് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഇത് ചോദിച്ച ഉത്തരം പറയണമെന്ന് താല്പര്യമില്ല. മാറേണ്ട അവരോട് മാറുക. പ്രതീക്ഷിക്കും നല്ല പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇനിയും മുമ്പോട്ട് പോകും, ഇനിയും ജയിക്കും, ജനങ്ങൾ അംഗീകരിക്കും. ശ്രീ സുരേഷ് ഗോപി എന്ന ആക്ഷൻ ഹീറോ ആരായിരുന്നു? രാഷ്ട്രീയത്തിൽ ചതുരംഗ പോലിറങ്ങിയ അദ്ദേഹത്തിന്റെ നിജസ്ഥിതി ഇപ്പോൾ എന്താണ്? ജനങ്ങൾ അംഗീകരിക്കുമോ? ജനങ്ങളോട് തന്നെ ചോദിക്കാം. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. സുരേഷ് ഗോപി സാർ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഒരു ധാരമാണ്. ഞാൻ BJP കാരനാണ്. ഞങ്ങളുടെ ഒരു ചങ്കാണ്. അയാൾക്കാണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാ. അവര് പുള്ളിയും മക്കൾക്കാണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണമാണ്. അങ്ങനെയാണ് പുള്ളിക്ക് ഒരു ഭരണം കൂടി ഒന്നും കൂടി വരണം. ഞങ്ങൾ പുള്ളിക്ക് എന്ത് സ്ഥാനം ചോദിച്ചാലും അടുത്ത് പുള്ളിക്ക് കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഉള്ളത്. മോദിജിയും അമിത്ഷായും. ഒരു ആർജവം അദ്ദേഹത്തിൽ നിന്ന് പോയതായിട്ട് ഫീൽ ചെയ്യുന്നു. ഒന്നുമില്ല. അയാൾക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. അയാൾ എന്തും നേരിടാൻ തയ്യാറാണ്. നല്ലൊരു ഭരണം, നല്ലൊരു ഭരണം അയാൾക്ക് കൊടുക്കാൻ മോദിജിയും അമിത്ഷായും തയ്യാറായിട്ട് നിൽക്കണം. മോദിജിന് അമിത്ഷായിട്ടുള്ള വ്യക്തിബന്ധം കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പുള്ളി മുന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കണ്ട്. ഓക്കെ, ഞങ്ങൾ സുരേഷ് ഗോപി ഇളക്കാൻ തയ്യാറില്ല. സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഓക്കെ, സുരേഷ് ഗോപി സാറിനോടൊപ്പം ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു നേതാവും കൂടെ ഒരു ആക്ടറും കൂടെ ഇവിടെ ഉണ്ടോ? പുള്ളി വിളിച്ചാൽ വരാൻ തയ്യാറായിട്ട് പലരും ഉണ്ട്. മോഹൻലാലാണ് നമ്മുടെ ഭരണത്തിൽ വരാൻ പോയത്. സുരേഷ് ഗോപി സാർ വന്ന സ്ഥിതിക്ക് അടുത്ത് മോഹൻലാലും വരും. മോഹൻലാൽ സാർ കൊച്ചിയിൽ നിന്നാൽ BJPയുടെ കാൻഡിഡേറ്റ് നിന്നാൽ എന്ത് തരംഗമായിരിക്കും വരാൻ പോകുന്നത്? ഒന്നാം സ്ഥാനത്തായിരിക്കും. മോഹൻലാൽ നിന്നാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തായിരിക്കും. തൃശ്ശൂരിനോടൊപ്പം കൊച്ചിയും പിടിക്കും, ഉറപ്പാണ്. അപ്പൊ അദ്ദേഹം ആ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നല്ലൊരു പദവി കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയാണ്. അതിൽ അദ്ദേഹം ശോഭിക്കുമെന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്ന പ്രവർത്തികൾ അനുസരിച്ചിരിക്കും. ചില കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്, ചിലത് മോശമുണ്ട്. രാഷ്ട്രീയമല്ലേ, അപ്പൊ എല്ലാത്തിലും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ സിനിമയിലെ പോലെ തന്നെ തോന്നുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ? തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മാധ്യമങ്ങളോട് കാണിച്ചതും പോലീസുകാരോട് കാണിച്ചതും എല്ലാം കാരണം പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണത്. അത് പുള്ളി അംഗീകരിച്ചില്ല. സാധാരണക്കാരനേക്കാൾ അല്ലെ പാവത്തങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും, അങ്ങനെ ചിന്തിച്ചല്ലേ? അത് അവസാനം അത് സത്യമാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പൊ പുള്ളിയുടെ രീതിയിലുള്ള ഉരുണ്ടുകളിയും കാര്യങ്ങളൊക്കെ ആയി. അതെ, മായക്കാഴ്ചയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അവസാനം മായക്കാഴ്ച മാറി റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് സത്യമായി. തികച്ചും ഒരു നല്ല നടനാണ്. അപ്പോൾ ആ രീതിയിലുള്ള അഭിനയം മാത്രമാണ് സുരേഷ് ഗോപി അന്നും ഇന്നും കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് പറ്റില്ല. പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ചെയ്യാൻ അറിയില്ല. പിന്നെ അതിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. പുള്ളി ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഏത് സംസാരത്തിലും മന്ത്രിയായാലും ജനങ്ങളോടായാലും എല്ലാം സംസാരിക്കുന്നത് ഭരത്ചന്ദ്രൻ IPS ആയിട്ടാണ്. അപ്പോൾ അതാണ് പുള്ളിയുടെ ഒരു പ്രോബ്ലം. IPS എന്ന വേഷം പുള്ളിയുടെ ഹൃദയത്തിൽ തറച്ചുപോയി. ഇനി അത് മരണത്തിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പുള്ളിയുടെ കയ്യിൽ നിന്ന് മാറില്ല. നമ്മളെ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. പുള്ളി ഇപ്പോൾ തന്നെ അമിത്ഷായൊക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ ഏതാണ്ട് രണ്ടാമത് പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ഒരു രീതിയിൽ ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പോൾ അത് അമിത്ഷാ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതനുസരിച്ചിട്ട് പുള്ളി വീണ്ടും അഭിനയത്തിലേക്ക് വരും. പുള്ളിക്ക് പറ്റിയത് അത് തന്നെയാണ്. പുള്ളി എത്രയും പെട്ടെന്ന് ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഇവിടെ നിന്നുള്ള ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിനൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സഹമന്ത്രിയെങ്കിലും കിട്ടും. ഇപ്പം അത് വെറും ഒരു കേരളത്തിന് കിട്ടിയ ഒരു സഹമന്ത്രി സ്ഥാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭരിക്കുന്ന കേന്ദ്ര ഭരണകൂടമായിട്ടുള്ള ആശയവിനിമയം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടോ? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറവായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ക്യാബിനറ്റ് റാങ്കാണ് പുള്ളി പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് കിട്ടാണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് അതിനോടൊരു ഇപ്പം കിട്ടിയ ഈ സ്ഥാനം പോരാന്നുള്ള ഒരു ഇതും അതിനോടുള്ള ഒരു ഈർഷ്യയും അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് നേതൃത്വത്തോട് പുള്ളി പുലർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും ആ രീതിയിൽ തന്നെ ഇത് ചെയ്യുള്ളൂ. ഇപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJPനെ സംബന്ധിച്ച് കേരളത്തിൽ ഇത് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ വേണമെന്നില്ല. ആ സ്ഥാനത്ത് അവർക്ക് ആരെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാം. അല്ലാതെ പ്രത്യേകിച്ച് വലിയ വികാരങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഒരു ഇതൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങളെന്ന് വെച്ചാൽ സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അഭിനയ നേതാവ് എന്ന നിലയിലാണ്. പിന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ചില താല്പര്യങ്ങൾ കൊണ്ട് ആ ഒരു തൃശ്ശൂർ സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. അത് BJPക്ക് ഒരു ഗുണമായി. കാരണം സുരേഷ് ഗോപി ഇതുവരെ കിട്ടാത്തൊരു പാർലമെന്റ് സീറ്റ് സുരേഷ് ഗോപിയിലൂടെ
കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി കിട്ടി എന്നുള്ളതാണ് സത്യം. ശ്രീ സുരേഷ് ഗോപിയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടന്നു കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ. ഇതില് മാധ്യമത്തിന്റെ കൂടെയാണോ അങ്ങ്, അതോ സുരേഷ് ഗോപി സാറിനോടൊപ്പമാണോ? ഇവിടെ കൂടെയാണ്. മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശസ്ത സിനിമാ നടൻ, ഒരു മന്ത്രിസ്ഥാനം വഹിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാനും അദ്ദേഹത്തിന്റെ സ്വകാര്യ വിഷയങ്ങൾ, അയാളുടെ രാഷ്ട്രീയ വിഷയങ്ങളും കൂടി കലർത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രകോപിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രതികരണം മാത്രമേ ഉണ്ടാകുള്ളൂ. അദ്ദേഹത്തിന്റെ വഴി തടസ്സപ്പെടുത്താൻ ചെയ്തപ്പോൾ അദ്ദേഹം ചിലപ്പോൾ കൈകൊണ്ട് തള്ളി മാറ്റിയിട്ടുണ്ടാവും. അല്ലേ? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മോശം കാര്യങ്ങളാക്കാൻ ഇവിടുത്തെ ആക്ഷൻ ഹീറോ കൂടെയാണ്. ആക്ഷൻ കയറുകയാണ്. അതുകൊണ്ട് പ്രതികരിക്കും. അപ്പൊ അതുകൊണ്ട് സിനിമയായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു നന്മ വരെ നമുക്ക് വാച്ച് ചെയ്യാം, നേരത്തെ വെയിറ്റ് ചെയ്യേണ്ടി. തീർച്ചയായിട്ടും ഇപ്പൊ ഒരിക്കല് യേശുദാസ് എന്താണ് സെൽഫി എടുക്കാൻ പോയപ്പോ അദ്ദേഹം തടഞ്ഞു. ഒരു പ്രാവശ്യം പിണറായി വിജയനായിട്ട് സെൽഫി എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം തടഞ്ഞു. അത് അദ്ദേഹം അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരൊക്കെ രാഷ്ട്രീയത്തിലും മറ്റേ മേഖലയിലും കലാരംഗത്തും പ്രവർത്തിക്കുന്നതുകൊണ്ട് അവര് വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. അവർക്ക് എല്ലാത്തിനും റൈറ്റ്സ് ഉണ്ട്. മാധ്യമങ്ങൾക്കും ഉണ്ട്. മാധ്യമക്കാരാണെന്നും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഇത് ചോദിച്ച ഉത്തരം പറയണമെന്ന് താല്പര്യമില്ല. മാറേണ്ട അവരോട് മാറുക എന്ന് പറഞ്ഞു. ഒരിക്കലും പിണറായി വിജയൻ പറഞ്ഞു കടക്ക് പുറത്തെന്നോ അദ്ദേഹങ്ങൾ പറഞ്ഞു. അത് കുറച്ച് ആളെ അത് ആഘോഷിച്ച്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അവരുടെ മീറ്റിംഗ് നടക്കാൻ പറ്റില്ല, എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ്. അത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ തുറന്ന് ചിന്തിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇന്നത്തെ മാധ്യമങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിന്റെ നിൽക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കാം. സാറ് പറഞ്ഞതിന്റെ വികാരം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ചിന്ത സുരേഷ് സാറിന്റെ ഉള്ളിലുണ്ട്. ആ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ പ്രാപ്തിയമാക്കും. നമ്മളതിന് വെയിറ്റ് ചെയ്യണം, കേരള ജനത വെയിറ്റ് ചെയ്യണം എന്നുള്ള കൺക്ലൂഷനാണ് അദ്ദേഹം സാറ് പറയുന്നത്. തീർച്ചയായിട്ടും അത് കേരള ജനം അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തേ പറ്റൂ. അദ്ദേഹത്തിന്റെ നിന്ന് കിട്ടേണ്ട നന്മകൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം തീർച്ചയായിട്ടും വേണ്ടി പ്രവർത്തിക്കും. അത് കാണാൻ കഴിയുന്നുണ്ട്. അത് കാണാൻ കഴിയാത്ത ആൾക്കാരാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കണം. അത് സുരേഷ് ഗോപി മാത്രമല്ല, ഞാൻ പറഞ്ഞു ഗണേഷ് കുമാർ നല്ലൊരു മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിന് വേറെ ബോട്ട്സ് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരുവിധം ഒരു 90% ഓക്കെയാണ് കേട്ടോ.